നമസ്കാരം. ഈ രാജീവ് ചന്ദ്രശേഖർ എന്ത് ഭാവിച്ചാണ് എന്ന് മനസ്സിലാകുന്നില്ല. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ്. ഏതാണ്ട് 20 മണ്ഡലങ്ങളിൽ സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ ബി.ജെ.പി. തേടുന്നു എന്നുള്ള ഒരു വാർത്ത. എന്തിനാണ് ബി.ജെ.പി. സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ തേടുന്നത് എന്ന ചോദ്യം ഞങ്ങളടക്കം ചോദിക്കുകയാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പ്രവർത്തകർ, ജനകീയമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന വിവിധ ക്ഷേത്രങ്ങളിൽ, അതായത് സേവാഭാരതിയുടേത് ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരുള്ള ഭാരതീയ ജനതാ പാർട്ടി ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി സെലിബ്രിറ്റികളെ തേടുന്നതിന്റെ ആവശ്യമെന്ത്? ഈ കാണിക്കുന്നത് ശരിയാണോ എന്ന് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവും ഇത് പരിശോധിക്കാനുള്ള ആർജവം കേന്ദ്ര നേതൃത്വവും കാണിക്കണം എന്ന ഒരു പൊതു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. സെലിബ്രിറ്റികളെ സ്ഥാനാർത്ഥികളാക്കി നിർത്തുന്നത് അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ എം മുകേഷ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി, CPM ഒരു സ്ഥാനാർത്ഥി, CPM കാരനായതുകൊണ്ട് മാത്രം കൊല്ലത്ത് ജയിച്ചതാണ്, പിന്നെ സിനിമാ നടനായതുകൊണ്ട്. അതുപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് സിനിമാ നടൻ എന്നുള്ള ഒരു ലേബലിൽ കൂടി തന്നെയാണ്. പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി ജനകീയനാണ്, കുറച്ചുകൂടി ജനങ്ങളുമായി ഇടപഴകുന്ന വ്യക്തിയാണ്. അതുകൂടി അദ്ദേഹത്തിന് വോട്ടായി മാറി. ദലീമ ജോജോ എന്നൊരു ഗായിക മത്സരിച്ചു. അവർ ഏത് മണ്ഡലത്തിലാണ് മത്സരിച്ചത് എന്ന് പോലും CPM കാർക്ക് പോലും അറിയില്ല. അവർ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് കേൾക്കുന്നു. അതുപോലെ രമേശ് പിഷാരടി, ധർമ്മജൻ ബോൾഗാട്ടി തുടങ്ങിയ ചില മിമിക്രി സിനിമാ താരങ്ങളും ഒക്കെ തന്നെ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തയുമുണ്ട്. കോൺഗ്രസ് ടിക്കറ്റിലാണ്. അതേ പാതയിൽ പിന്തുടരണമോ ബി.ജെ.പി.? ഇപ്പം ഈ ശ്രീധരനെ പോലെ അല്ലെങ്കിൽ ജേക്കബ് തോമസിനെ പോലെയുള്ള ആളുകൾ, അവർ സെലിബ്രിറ്റികളല്ല, അവരൊക്കെ മത്സരിക്കുന്നതിൽ ഒരു ന്യായമുണ്ട്, നീതിയുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു അതിന് ഒരു വിശേഷണം നൽകാം. കാരണം ജനകീയമായ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട ഉദ്യോഗസ്ഥരാണ് അവരൊക്കെ തന്നെ. പക്ഷേ സിനിമാ നടന്മാർക്ക് എന്ത് ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കാനുള്ള എന്ത് കഴിവാണുള്ളത്? എന്താണ് അവരുടെ യോഗ്യത? ഒരുപാട് ഘടകങ്ങളുണ്ട്. കേരളത്തിൽ വിജയിക്കണമെങ്കിൽ സെലിബ്രിറ്റികളെ സ്ഥാനാർത്ഥികളാക്കി നിർത്തണം എന്നൊരു തോന്നൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടായോ? അത് ശരിയായ ഒരു രാഷ്ട്രീയ നിലപാടാണോ, ഒരു രാഷ്ട്രീയ തീരുമാനമാണോ? അല്ല എന്നേ മറുപടി പറയാൻ പറ്റൂ. ഇതൊരു തരം തീക്കളി പോലെയാണ്. ഇത്തവണ ഭരണവിരുദ്ധ വികാരം, അതുപോലെ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ തന്നെ വലിയ തോതിൽ ബി.ജെ.പിക്ക് ഒരു മുതൽക്കൂട്ടായി വരുമ്പോൾ, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് അനുകൂല ഘടകങ്ങളായി മാറുമ്പോൾ, കൃത്യമായി ജനകീയനായ ഒരു ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ, കാലങ്ങളായി ബി.ജെ.പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാധാരണക്കാരനെ, അല്ലെങ്കിൽ ചുമതലയുള്ള ഒരു വ്യക്തിയെ നിർത്തി ജയിപ്പിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ വോട്ട് നേടാനുള്ള സാധ്യത തേടുന്നതിന് പകരം സിനിമയിലും അവിടെയും ഇവിടെയും പ്രവർത്തിക്കുന്നവരെയും, പാട്ടുകാരെയും, സ്പോർട്സ് താരങ്ങളെയും ഒക്കെ തേടിപ്പിടിച്ച് അവർക്ക് സീറ്റ് കൊടുക്കുന്ന ഈ നയസമീപനം തെറ്റാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ ബി.ജെ.പി. പ്രവർത്തകരടക്കം അടക്കം പറയും ഇതൊക്കെ. യാതൊരു തർക്കവുമില്ല. ഇതല്ല നേതൃത്വം ചെയ്യേണ്ടത്. പാർട്ടി പ്രവർത്തകരെ അംഗീകരിക്കണം, പാർട്ടി പ്രവർത്തകർക്കൊപ്പം നിൽക്കണം, അവർക്ക് ആവശ്യത്തിന് പിന്തുണ കൊടുക്കണം, സ്ഥാനമാനങ്ങൾ കൊടുക്കണം, അവർക്ക് വേണ്ട പരിഗണന കൊടുക്കണം. അല്ലാതെ സിനിമാ താരങ്ങളെ തേടിപ്പിടിച്ചു കൊണ്ടുവന്ന് ഓട് പൊളിച്ചിറക്കുന്ന സിനിമാ താരങ്ങളാക്കി അവരെ മാറ്റുകയല്ല വേണ്ടത്. അവരെ രാഷ്ട്രീയ പ്രവർത്തകരാക്കി മാറ്റുകയല്ല. അവർ ജയിക്കുകയാണെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ് മൂടും തട്ടി അവരവരുടെ പാട്ടിന് പോകും. അവർക്ക് ജനങ്ങളോട് എന്ത് കമ്മിറ്റ്മെന്റ് ആണുള്ളത്? എന്ത് ഉത്തരവാദിത്വമാണുള്ളത്? എന്ത് ബാധ്യതയാണ് സിനിമാ താരങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോടുള്ളത്? ഒന്നുമില്ല. പക്ഷേ ചെറുപ്പം മുതൽ തന്നെ പ്രവർത്തന രംഗത്ത്, പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷോപലക്ഷം പ്രവർത്തകർക്ക് ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അവർ അത് ചെയ്യും. സ്ഥാനാർത്ഥി നിർണയം നടക്കട്ടെ. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ സെലിബ്രിറ്റികളെ തേടിയുള്ള സ്ഥാനാർത്ഥികൾ ഇല്ല എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സെലിബ്രിറ്റികളെ തേടി പോകേണ്ട കാര്യമില്ല. ഇവിടെ സ്ഥാനാർത്ഥികളാകാൻ യോഗ്യതയുള്ളവർ ആയിരക്കണക്കിന് പേരുണ്ട്. അവരെ തെരഞ്ഞു പിടിച്ച് മത്സരിപ്പിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് തീർച്ചയായിട്ടും ബി.ജെ.പി. നേതൃത്വം മനസ്സിലാക്കേണ്ടതാണ്.